അനുഭവം 4. നമുക്കൊരു വീണ്ടും ഒരു കഥ കേട്ടാലോ? കഥയിലെ ഹെഡിങ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിലെ അറ്റാദൻ. ഞാൻ രാമചന്ദ്രൻ. ഞാനൊരു പ്രൈവറ്റ് ബാങ്കിലെ ചെയർമാനാണ്. ഞാനിവിടെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രേതാനുഭവമാണ്. ഈ കഥ കേട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ബെൽ ബട്ടനും അമർത്തുക. ഇനി കഥയിലേക്ക്. ദിവസം 9 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ കുടുംബസമേതം ഉറങ്ങുവാൻ കിടന്നു. ഒരേ കട്ടിലിൽ ആണ് ഉറങ്ങിയത്. അർദ്ധരാത്രി 12 മണിയായപ്പോൾ കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു. ഇടിവെട്ടും മഴയും നത്ത് കരയുന്നതും കൂമൻ്റെ കരച്ചിലും കാലം കരച്ചിലും എൻ്റെ കൂടെ തന്നെ വന്നു. ഒരു ചിലങ്കയുടെ ശബ്ദം. ഞാൻ നോക്കിയപ്പോൾ ഒരു വെള്ള സാരി ഉടുത്തൊരു സ്ത്രീ ഞങ്ങളുടെ കട്ടിലിൻ്റെ അടുത്ത് വന്നിരുന്നു. പെട്ടെന്ന് അവരെ കാണാതെയായി. ഇതിങ്ങനെ പലതവണ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. പിന്നീട് എൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. നമ്പർ ഇല്ല. ഞാൻ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണ്? ഞാൻ സുചിത്ര. ഞാൻ ഒരു ആത്മാവാണ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. നീ പുറത്ത് വരണം. ഞാൻ പുറത്തുണ്ട്. ഞാൻ പുറത്തിറങ്ങിയതും അവൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ശരിക്കും ഭയന്നു പോയി. ഭയന്നോ നീ? പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നിങ്ങൾ തനിച്ച് ഞാൻ പറയുന്ന വീട്ടിൽ ചെല്ലണം. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ നിൻ്റെ വീട്ടിലെത്തിക്കാം. പറയുന്ന വീട്ടിലെത്തിയതും അവിടെ 2 മനുഷ്യർ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇവർ ആരാണെന്ന് അറിയാമോ? ഇന്നൊരു പത്രത്തിൽ വായിച്ചില്ലേ? 2 അന്താരാഷ്ട്ര കുറ്റവാളികളായ പിടികിട്ടാപ്പുള്ളികളുമായ ഇവരെ ജീവനോടെ അല്ലാതെ